നമസ്കാരം, കിളിക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ മയോണൈസ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിൻ്റെ എഗ് യോക്ക് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഒരു ബോട്ടിൽ വെച്ചിട്ടാണ് എഗ് യോക്ക് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണോ എളുപ്പം അതുപോലെ എഗ് യോക്ക് മാറ്റി വയ്ക്കാം. മയോണൈസ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഇത് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വില വരുന്നുണ്ട്. അത് സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം. ഇതിപ്പോൾ വെളുത്തുള്ളിയുടെ ഒരു മണമുള്ള മയോണൈസാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. നമ്മൾ ഓരോ ഫ്ലേവറിൽ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എടുത്തു വെച്ചിരിക്കുന്ന മുട്ടയുടെ വെള്ളയിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത്, 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര്, 1 നുള്ളുപ്പ്, 1/2 ടീസ്പൂൺ പഞ്ചസാര ഇവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ചെറുനാരങ്ങ നീരിന് പകരം നമുക്ക് വിനാഗിരി വേണമെങ്കിൽ ഒഴിക്കാം. ഇത് നമ്മളൊരു മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കണം. വെളുത്തുള്ളിയുടെ ഫ്ലേവറുള്ള മയോണൈസാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒഴിച്ച് നമ്മൾ അടിച്ചെടുക്കുകയല്ല, വിപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ അടിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കാം. നമ്മൾ ഓയിൽ ഒഴിച്ചാണ് മയോണൈസിൻ്റെ കൺസിസ്റ്റൻസി മാറ്റിയെടുക്കുന്നത്. ഇത് കറക്റ്റ് സെറ്റായിട്ടില്ല. ഞാൻ 1/2 കപ്പ് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് വിപ്പ് ചെയ്തെടുക്കാം. നമ്മുടെ മയോണൈസ് ഇവിടെ റെഡിയാണ്. കറക്റ്റ് ഇതിൽ വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.